ഫ്രണ്ട്സ്, അപ്പം ഞാനൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഇൻട്രോ കൊടുക്കുന്നത് പകലാണ്. സംഭവം അത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസമാണ് ഞാൻ ഈ ഇൻട്രോ കൊടുക്കുന്നത്. കാരണം എനിക്കൊന്നും ഒഴിവുണ്ടായിരുന്നില്ല. 2-3 ദിവസമായിട്ട് ഭയങ്കര എൻഗേജ്ഡാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ എൻ്റെ താത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ കൂടുകയാണ്. അപ്പോൾ മദ്രസയ്ക്ക് പോകാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് സ്കൂളില്ല. വാപ്പച്ചി ഷംസുഖാൻ്റെ വീട്ടിൽ പോയിരിക്കണം. ഇപ്പോൾ വരും നമുക്ക്. അപ്പോൾ എന്താ കണ്ടില്ലേ, ഓരോരോ എന്തെങ്കിലുമൊക്കെ മുടക്കങ്ങൾ ഉണ്ടാകും. അപ്പോൾ പിള്ളേരെന്തെങ്കിലുമൊക്കെ ഇതായ പിന്നെ ആ ദിവസം വിടില്ല, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഇത്തിരി ഇപ്പോഴും പോകാൻ നിൽക്കുകയാണ്. ഞാൻ കുളിച്ച് റെഡിയായിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ വേഗം ഇൻട്രോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ബാക്കി വീഡിയോ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറെ ഒന്നുമില്ല, ഈവനിങ് വ്ളോഗിലൊരു സംഭവം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്താണ് പറയുക, ഞാനത് ആദ്യമായിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. ഇത്ര ഫലം കിട്ടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ നേരത്തെ ഉണ്ടാക്കായിരുന്നു എന്ന് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് വരിക. അപ്പോൾ വേറൊന്നുമല്ല, അതെന്തായാലും കാണാമല്ലേ, അതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്നാലേ നമ്മുടെ വീഡിയോസൊക്കെ നമുക്ക് വീണ്ടും ഇടാനൊക്കെ തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇക്ക അതാ അപ്പുറത്തെ പോയിരിക്കുകയാണ്. ഇക്ക വന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. അപ്പോൾ ഇന്ന് പറ്റിയാൽ ഞാൻ വൈകുന്നേരം ഒരു ലൈവ് വരും കേട്ടോ. വീട്ടിൽ പോയിട്ട് എല്ലാവരും ഉണ്ടാവും, അപ്പം ഉമ്മയൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഇതുപോലെ പാൽപ്പാട എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരാഴ്ചത്തെ വെറും ഒരു 7 ദിവസത്തെ പാടയാണിത്, പാലിൻ്റെ പാടയാണ് കേട്ടോ. നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത്. ഒരു മാസമൊക്കെ ആക്കിയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അതിനാണ് ഇത്രയും വലിയ പാത്രം എടുത്തത്. പക്ഷേ ഒരാഴ്ച ആയപ്പോൾ എനിക്കെന്തോ ഒരു പേടിക്കുകയും പറഞ്ഞു ചിലപ്പോൾ കേടാവുമെന്ന്. പക്ഷേ കേടാവുന്നില്ല. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ ഒരു മാസം വരെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാനും ഒരാഴ്ച കൊണ്ട് ഉള്ളത് എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം കുറച്ച് കേട് വരികയാണെങ്കിലും കുറച്ചല്ലേ കേട് വരുള്ളൂ എന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ അടിപൊളിയായിട്ട് സക്സസ് ആയി എന്ന് തന്നെ പറയണം കേട്ടോ. ഞാനപ്പോൾ അതിനെയൊക്കെ എടുത്തിട്ട് ഞാൻ വീഡിയോ അങ്ങനെ കണ്ടിട്ട് ഇതിന് ശേഷമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അടുത്ത വീട്ടിലെ കുട്ടി ഇങ്ങനെ പറഞ്ഞു, ചേച്ചി ഇതുപോലെ തന്നെ ചെയ്താൽ മതി എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ അതുപോലെ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കറിവേപ്പിലയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒരുപാട് കറിവേപ്പിലയൊന്നും ഇതിന് ആവശ്യമില്ല. 2-3 ഇതൾ മാത്രമാണ് ആവശ്യമുള്ളൂ എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഒരു പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഒഴിച്ചു കേട്ടോ. അപ്പോൾ അത് ആ ഒരു കട്ടയോട് കൂടെ തന്നെ ഞാൻ അതിൽ വെച്ച് കൊടുത്തു. അതിന് ശേഷം 2-3 കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. എനിക്ക് ആദ്യമായിട്ടാണൊരു എന്തൊക്കെയോ പോലെ തോന്നിയിട്ടാണ്. നമ്മൾ ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോഴേ ചെറിയ നിസ്സാര കാര്യമായിരിക്കും, പക്ഷെ അത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര അത് സക്സസ്ഫുൾ ആകുകയും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ഇടയിൽ പിന്നെ ഞാൻ വിട്ടുപോയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് മൂത്ത് വന്നപ്പോഴാണ് ഞാൻ പിന്നെ കാണിച്ചത്. അപ്പോൾ നമ്മുടെ ഈ കറിവേപ്പില മൂത്ത് വരുമ്പോഴാണ് ഒരു ബ്രൗൺ കളർ ആകുന്നത് കണ്ടില്ലേ, ആ സമയത്ത് നമ്മുടെ നെയ്യായി എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊന്ന് വിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മളത് പിന്നെ അതൊരുപാട് ഊറാണ്ട് തന്നെ നമുക്ക് ചൂടാറാണ്ട് തന്നെ നമുക്ക് വേറൊരു ബൗളിലേക്ക് ആക്കി വെക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു നെയ്യ് ഉണ്ടാക്കുന്ന പണി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ആ പാൽപ്പാട മാറ്റി വയ്ക്കുക, അതിനെ ചീനച്ചട്ടിയിൽ ഒഴിക്കുക, നന്നായി ചൂടാക്കിയെടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് നെയ്യായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ കുറേ നേരം അതിനെ ഫ്രിഡ്ജിൽ വെച്ച് വിടാം. പിന്നെ ഒരു കുപ്പിക്കകത്ത് ഓൾറെഡി നെയ്യ് കുപ്പിക്കകത്ത് വെച്ചപ്പോൾ അടിപൊളി ഒരു നെയ്യായില്ലേ ഇപ്പോൾ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മൾ ഇപ്പോൾ ഇതിപ്പോൾ ഒരു 50 ഗ്രാം ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ അത്രയും നെയ്യ് നമുക്ക് കിട്ടി. ഒരാഴ്ചത്തെ പാലിൻ്റെ പാടയും കൊണ്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു ഐറ്റം കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് 2 ദിവസം കൊണ്ട് തന്നെ പകുതി ആയിട്ടുണ്ടായിരുന്നു. ഞാനത് കാണിച്ചു തരാം എന്താ സംഭവം എന്നുള്ളത് കേട്ടോ. അപ്പോൾ കുട്ടികൾ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു, അമ്മ ബ്രെഡ് പൊരിച്ചതായോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലേക്ക് പോകണ കാരണം കൊണ്ട് തന്നെ നമുക്കൊന്നിനും കഴിയുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും അത് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരു ദിവസം ചെയ്തു.
അപ്പോൾ ഇടയ്ക്കൊക്കെ ചെയ്യണതാണ്. അപ്പോൾ നമുക്ക് നെയ്യിൻ്റെ ഒരുപാട് നെയ്ക്കൊക്കെ ഒരുപാട് റേറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ വീട്ടിലുണ്ടാക്കിയിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വലിയൊരു ഭാരം തന്നെ ഒഴിഞ്ഞു കിട്ടും തന്നെ പറയാം കേട്ടോ. ബ്രെഡ് വാങ്ങിക്കും കുട്ടികൾ, എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് അതിൽ കഴിക്കലായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു തരാം ഇനിയെന്ന് പറഞ്ഞിട്ട് വേഗം നെയ്യ് നമ്മളെടുത്തു. അത് ഒന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, അത് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് അങ്ങനെ ആയിട്ടാണ് ഉരുക്കി പോകാനായി. അപ്പോൾ ഞാൻ 2-3 കോഴിമുട്ട ഉടച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതാണ്ടില്ലേ നമ്മുടെ നെയ്യ് ചൂടാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കുട്ടികൾ പകുതി ആക്കി. അപ്പോൾ ഇനി നമ്മുടെ ബ്രെഡ് ഒരു 8 അത്രയെണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് നമ്മുടെ കയ്യിലുള്ളത് അതിനനുസരിച്ച് മതി കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു മുട്ടയുടെ മിക്സിലേക്ക് ഞാൻ ഈ ഒരു ബ്രെഡ് ചേർത്തിട്ട് നന്നായി ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ടത് ഫ്രൈ പാൻ വെച്ചു, അതിൽ നന്നായിട്ട് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ ഒരു ബ്രെഡ് അതിലേക്ക് വെച്ച് കൊടുക്കുക. അതെല്ലാവരും ചെയ്യുന്ന പണിയൊക്കെ തന്നെയാണ്, പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കിയ നെയ്യ് ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റില്ലെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നത് കാണിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇതൊക്കെ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അറിയിക്കുക കേട്ടോ. കമൻസിലൂടെയല്ലേ നമുക്കിതൊക്കെ അറിയാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ ഇതുപോലെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശരിയാക്കണം കേട്ടോ. പെട്ടെന്ന് മുറിഞ്ഞ് വരുമൊന്നുമില്ല. നമ്മൾ ഈ മുട്ടയുടെ ഇതിൽ മുക്കണ കാരണം കൊണ്ട് തന്നെ നന്നായിട്ട് കട്ടിയാവും. അപ്പോൾ ഒന്ന് പെട്ടെന്ന് ഒടിഞ്ഞ് പോകുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ ഞാൻ നന്നായി ഒന്ന് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലുണ്ടാക്കിയ നെയ്യായതുകൊണ്ട് ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതുപോലെ നിങ്ങൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക, അവർക്ക് എന്തായാലും ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളുണ്ടാക്കിയത് നമുക്ക് എന്തായാലും അറിയണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം, ഒരു ദിവസം കഴിഞ്ഞത് ഉണ്ടാക്കിയതായിരുന്നു. പക്ഷേ അപ്പോഴേക്കിനും നെയ്യൊക്കെ തീർന്നു പോകും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ നെയ്യിൻ്റെ വീഡിയോ? ഇഷ്ടമായി എന്ന് വിചാരിക്കണം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു സംഭവമാണ് ഈ നെയ്യ്. ഞാനും ഒരുപാട് ഇതിനൊക്കെ ഭയങ്കര പണിയാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇത്രയും കാലം ചെയ്യാണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇനി ഞാൻ എന്തായാലും ചെയ്യും. ഇന്ന് മുതൽ ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്രദമാകുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിട്ടത്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി, എനിക്ക് വീട്ടിലേക്ക് പോകണം. അപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ താത്ത. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. എല്ലാവർക്കും ബായ്.